ഒരു പാലം വന്നാൽ പകുതി സമയം കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്താം. എന്നാൽ വർഷങ്ങളായി ജനങ്ങൾക്ക് ലഭിക്കുന്നതോ പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രം. ഞാനീ നിൽക്കുന്നത് ആലക്കോട് പരപ്പ കുട്ടാപ്പറമ്പുമായി ബന്ധിപ്പിക്കുന്ന ഒരു കമ്പിപ്പാലത്തിലാണ്. ഈ കമ്പിപ്പാലം ഒരു കോൺക്രീറ്റ് പാലമായി മാറിയാൽ പരപ്പയിലെ ജനങ്ങൾക്ക് പകുതി സമയം കൊണ്ട് തന്നെ ആലക്കോടെത്താം. എന്നാൽ ജനപ്രതിനിധികളും അധികാരികളും മാറി മാറി വന്നിട്ടും ഈ പാലത്തിന്റെ കാര്യത്തിൽ ഇന്നും ഒരു തീരുമാനമായിട്ടില്ല. നീണ്ട 60 വർഷത്തെ പഴക്കമുണ്ട് ആലക്കോട് കുട്ടാപ്പറമ്പ് പരപ്പ റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഈ കമ്പിപ്പാലത്തിന്. കാലപ്പഴക്കമുണ്ടെങ്കിലും വർഷാവർഷം നാട്ടുകാരും പഞ്ചായത്തും ഒത്തുചേർന്ന് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് കൊണ്ട് മാത്രമാണ് ഇതിലൂടെയുള്ള കാൽനടയാത്ര ഇന്നും മുടങ്ങാതെ പോകുന്നത്. ഈ പാലം ഇവിടെ ഉണ്ടായിട്ട് ഏകദേശം 60 വർഷത്തോളമായി. ആദ്യം നമ്മുടെ റെയറോം പാലം ഉണ്ടാവുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു ഗതാഗത സ്വാതന്ത്ര്യമായിരുന്നു ഇത്. അന്ന് നാട്ടുകാർ പിരിവെടുത്തുണ്ടാക്കിയൊരു സാധനമാണ്. ഇപ്പോൾ കാലങ്ങളായിട്ട് ഇതിന് റിപ്പയറിങ്ങും മറ്റു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. മാത്രമല്ല ആലക്കോട്ടേക്ക് 5.5 കിലോമീറ്റർ കൊണ്ട് പരപ്പയിൽ നിന്ന് എത്താൻ പറ്റുന്ന ഒരു ദൂരമുള്ള പാലമാണിത്. എന്നാൽ ഈ കമ്പിപ്പാലം മാറി ഇവിടെ ഒരു കോൺക്രീറ്റ് പാലം യാഥാർത്ഥ്യമായാൽ പരപ്പ കുട്ടാപ്പറമ്പ് ഭാഗത്തുള്ള ആളുകൾക്ക് സാധാരണ ബസ് റൂട്ടിന്റെ പകുതി സമയം കൊണ്ട് ആലക്കോട്ടേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും സൗകര്യമായ ഒരു വഴിയായിരിക്കും. സാധാരണ പരപ്പയിൽ നിന്ന് ആലക്കോട്ടേക്ക് 10 കിലോമീറ്റർ ദൂരമാണ്. സാധാരണക്കാർക്ക് വേണ്ടി ഇത് എത്രയും വേഗം തീരേണ്ടത് അത്യാവശ്യമാണ്. പാലം വന്നാൽ പുതിയ റോഡ് നിർമ്മാണത്തിനായി സ്വന്തം സ്ഥലം വിട്ടു നൽകാൻ പോലും ഇവിടുത്തെ നാട്ടുകാർ പൂർണ്ണ സന്നദ്ധരാണ്. സ്ഥലത്തിൻ്റെ കാര്യം അത്യാവശ്യം സഹകരിച്ചാൽ കിട്ടുന്ന സ്ഥലങ്ങളേ ഉള്ളൂ റോഡിന് വേണ്ടി. ഇവിടുന്ന് 200-250 മീറ്ററേ ഉള്ളൂ പരപ്പയിലേക്ക്. ആ റോഡേ തീരാനുള്ളൂ. അത് ഓൾറെഡി കോൺക്രീറ്റ് ചെയ്തേക്കുന്നതാണ്, പഞ്ചായത്ത് റോഡാണ്. അതിന് ആവശ്യമുള്ള വീതി കിട്ടുകയും ചെയ്യും. വികസനത്തിനായി ജനങ്ങൾ ഇത്രമാത്രം സഹകരിക്കാൻ തയ്യാറായിട്ടും നിരന്തരമായി നാട്ടുകാർ അധികൃതർക്കും പഞ്ചായത്തിനും നിവേദനങ്ങൾ നൽകിയിട്ടും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. സ്ഥലം MLA വന്നിട്ട് പോയിട്ടുള്ളതാണ്. ഇതുവരെ ഒരു ഫണ്ട് അനുവദിച്ചിട്ടില്ല. TN ജേക്കബ് മന്ത്രിയായിരുന്നപ്പോൾ ഇവിടെ ഒരു അക്കഡേറ്റിന് വേണ്ടി ഒരു പദ്ധതി സാങ്ഷൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് അതിനിപ്പോൾ യാതൊരു അനക്കവും ഇല്ല. അതായത് കഴിഞ്ഞ ഈ ഇലക്ഷൻ അല്ല, അതിന് മുമ്പുള്ള പഞ്ചായത്ത് ഇലക്ഷൻ തൊട്ട് പഞ്ചായത്ത് മെമ്പറോടും ബ്ലോക്ക് മെമ്പറോടും ജില്ലാ പഞ്ചായത്ത് മെമ്പറോടും നിവേദനങ്ങൾ എല്ലാ തവണയും കൊടുത്തുകൊണ്ടിരിക്കുകയും അങ്ങനെ അത്രയും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ചെയ്തിട്ട് കാര്യങ്ങൾ വരുന്നില്ല. 5 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ചത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വേറൊരു ഫണ്ട് ഒരു സ്ഥലത്തുനിന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പലകെ അടിച്ച് ഏകദേശം ഒന്ന് ശരിയാക്കിയിട്ടുണ്ട്. ജനപ്രതിനിധികളുടെയും അധികാരികളുടെയും ഈ കടുത്ത അവഗണനയ്ക്ക് മുന്നിൽ ഇനി എന്നാണ് പരിഹാരമുണ്ടാകുക എന്ന ചോദ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്.